അപ്പോൾ ഒരു ലെമൺ ടീ ആയാലോ? പുട്ടും ചിക്കനും കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ലെമൺ ടീ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എന്താണ് സംഭവം? വെൽക്കം ടു മലരഞ്ജറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഐറ്റമാണ് പുട്ട്. നിങ്ങളെല്ലാവരും പുട്ട് കഴിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. ഒരു വെറൈറ്റി സ്റ്റൈലിൽ എങ്ങനെ പുട്ടുണ്ടാക്കാം. ഇപ്പം പുട്ടും കുറ്റി ഇല്ലാത്തവർക്ക് ഒരു സൊല്യൂഷൻ ആയിക്കോട്ടെ എന്ന് ഞാൻ ഇഷ്ടമാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ഹിറ്റ് ദി ബെൽ ഐക്കൺ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കാണാം. ഓക്കെ, 1 കപ്പ് പുട്ടുപൊടി, വാട്ടർ 1 കപ്പ്, ഗ്രേറ്റഡ് കോക്കനട്ട്. ഫസ്റ്റ് പുട്ടുപൊടി ആഡ് ചെയ്യണം. 1/2 സ്പൂൺ സോൾട്ട്, 1 ഗ്ലാസ് വാട്ടർ, പുട്ടുപൊടിൻ്റെ സെയിം ക്വാണ്ടിറ്റിയിൽ. ഇനി നല്ലോണം ഒരു തിക്ക് ഫോം ആവുന്ന വരെ നല്ലോണം ഒന്ന് മിക്സാക്കണം. മിക്സാക്കി നല്ലൊരു തിക്ക് മിക്സർ കിട്ടും, നല്ലൊരു തിക്ക് പൗഡർ അങ്ങനെയാവും. ആ ഫോമിലാക്കി വെക്കും. ഇപ്പം നമ്മളുടെ പുട്ടുപൊടി ഇവിടെ 1 ഗ്ലാസ് വെള്ളത്തിനോടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. 1/2 hour കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. റെഡി ആയിട്ടുണ്ട്. പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അതിനാണ് ഞാൻ അവിടെ തേങ്ങ റെഡിയാക്കി വെച്ചിട്ട്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇത് വെറൈറ്റി സ്റ്റൈലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചായ അരിപ്പ. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോപ്പർ സ്റ്റീലിൻ്റെ ചായ അരിപ്പ് വേണം. ഇങ്ങനത്തെ ചായ അരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ ചായ അരിപ്പിൽ നമുക്ക് ഈ പുട്ടുണ്ടാക്കാം. ഞാൻ ഈ പൊടിയിലിട്ടെ, ലൂസായിട്ട് ഇടണം, ടൈറ്റാക്കരുത്, അത്ര മതി. ഇത് തേങ്ങ, കുറച്ച് തേങ്ങ ചിരണ്ടിയത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് നമ്മൾ ചായ ഉണ്ടാക്കുന്ന പാത്രം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ചായ ഉണ്ടാക്കുന്ന പാത്രമാകുമ്പം വേഗം ചൂട് വരും. അപ്പോൾ ചൂട് കഴിഞ്ഞാൽ നമുക്കിതൊരു 3 മിനിറ്റിൽ നമുക്ക് ആയി കിട്ടും. വെള്ളം തിളക്കുന്ന താമസം നമുക്കിത് ആയി കിട്ടും. അപ്പോൾ ഇത് നമ്മളുടെ പുട്ട് വെച്ചിട്ടുണ്ട്, സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊരു 3 മിനിറ്റ്സിൽ ആക്കി കിട്ടും. അപ്പം അടിയിൽ കുറച്ച് വെള്ളം, ഒരു ഇത്ര വലിയ ചെറിയ ലെവലിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ മേലെ അരിപ്പയിൽ പുട്ട്. അപ്പോൾ ഇത് ആക്കി കഴിഞ്ഞിട്ട് കാണാം. അതായത് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു ചെറിയൊരു പ്ലേറ്റ് എടുത്ത് നമുക്കിതിൽ മറിച്ച് വെച്ചിട്ട് ഒറ്റയടിക്ക് നമുക്ക് മറിച്ചിടാം. നമുക്ക് ഏകദേശം നമുക്ക് ചിരട്ടപ്പുട്ടെന്നൊക്കെ പറയല്ലേ, അതിൻ്റെ ഒരു ഡിസൈനിലായി കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് അരിപ്പയിൽ നമുക്കൊരു ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ ഇനിയും കുറച്ച് ആക്കാനുണ്ട്. നമുക്കിനി പുട്ടുപൊടി ഇനിയും ബാക്കിയുണ്ട്. ആ പുട്ടുപൊടി വെച്ചിട്ട് നമുക്കിതിന് ബാക്കിയും കൂടെ ഉണ്ടാക്കാം. ഓൾറൈറ്റ്, നെക്സ്റ്റ് വേണമെങ്കിൽ അടിയിൽ കുറച്ച് തേങ്ങ ഇടാം. രണ്ടാമത്തെ പുട്ടാണ്. ഓക്കെ, ഇതും കൂടി നമുക്ക് ചെയ്യാം. ഇത് ഞാൻ അടിയിൽ തേങ്ങ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ലെയറിങ്ങിൻ്റെ അടിയിൽ തേങ്ങ, പിന്നെ അതിനുശേഷം അതിൻ്റെ മേലെ പുട്ടുപൊടി, പിന്നെ അതിൻ്റെ മേലെ വീണ്ടും ഒരു ലെയർ തേങ്ങ. ഓക്കെ, ഇതെങ്ങനെ ആയിട്ടുണ്ടെന്ന് കാണാം. ആഹാ, കണ്ടോ, ഒരു ലെയർ തേങ്ങ, പുട്ട്, അതിൻ്റെ അടിയിൽ ഇനിയും തേങ്ങ. ഇതാണ് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുട്ടും കുറ്റി ഇല്ലെങ്കിൽ വെറുതെ കഷ്ടപ്പെടേണ്ട. പുട്ടും കുറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചെറിയൊരു അരിപ്പ, സ്റ്റീലിൻ്റെ അരിപ്പ തന്നെ വേണം. നമുക്ക് ചായ അരിപ്പായിട്ട് യൂസ് ചെയ്യുന്ന സാധനം അതുണ്ടെങ്കിൽ നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ? ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് അടിക്കാൻ മറക്കരുത്. ഡു ഗിവ് എ കമൻറ്റ്സ്. പിന്നെ വേറെ ഒന്നും പറയാനില്ല. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് പ്ലീസ് ടു സബ്സ്ക്രൈബ്. ആ ബെല്ലൈക്കൺ കൂടെ അതിൻ്റെ കൂടെ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സീ യു സൂൺ. ബൈ.